വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ ഇത്. ഈ പൊന്നുമോളുടെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുത്. എത്രയും വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഒത്തിരി ആഗ്രഹിച്ചുണ്ടായ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാ പറയുന്നത്. ഞാനാ കരൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ കാശില്ല. എല്ലാരും കാശ് വന്ന് സഹായിക്കണം. ഞങ്ങളുടെ കുട്ടി തിരിച്ചു കൊണ്ട് എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും നമ്മൾ സഹായിക്കും. ചുറ്റിന് തിരിച്ചു പോയിട്ട് ചുറ്റിന് തിരിച്ചു എല്ലാം ശരിയാകും. എല്ലാം ശരിയായിട്ട് ചുറ്റിന് നമ്മളെ കൂടെ കളിച്ചിരിക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജാൻ നിലമ്പൂരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഈ സങ്കടം കാണാതെ പോകരുതേ. കോട്ടയം ജില്ലയിലെ കോടിമത എന്ന് പറയുന്ന പ്രദേശത്തുള്ള പ്രവാസിയായ രാഹുൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ പൊന്നുമോള് പൃഥ്വിക എന്ന് പറയുന്ന 7 മാസം പ്രായമായ ഈ പൊന്നുമോളുടെ ദയനീയ അവസ്ഥ എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെച്ചാൽ മാത്രമേ ആ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ കുടുംബത്തിന് നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുള്ളൂ. നമുക്കൊക്കെ ഉണ്ട് മക്കള്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി നമ്മളൊക്കെ കഴിയുമ്പം ആകെ ഉണ്ടായ പൊന്നുമോളുടെ ദയനീയ അവസ്ഥ കണ്ട് നീറി കഴിയേണ്ടി വന്ന ഈ മാതാപിതാക്കളുടെ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുത്. വയറ് വീർത്ത് പൊട്ടാറായ പരുവത്തിലാണ് ഈ പൊന്നുമോളുടെ ദയനീയ അവസ്ഥ. എത്രയും പെട്ടെന്ന് കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരും. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും കൈതട്ടി മാറ്റരുതേ. ഒരു അപേക്ഷയാണ്. പ്രവാസികളടക്കമുള്ള നന്മ നിറഞ്ഞ എല്ലാവരും ഈ സങ്കടം കേൾക്കണം. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഇവര് ഉള്ളത്. എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ ആ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അമ്മ കരൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ 30 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ കുടുംബം. പ്രവാസിയായ ഈ സഹോദരന്റെ ദയനീയ അവസ്ഥ നിങ്ങൾ എല്ലാവരും കാണണം. പണത്തിന്റെ പേരിൽ, പണമില്ലാത്തതിന്റെ പേരിൽ ആ പൊന്നുമോളുടെ ജീവിതം, ആ പൊന്നുമാലാകയുടെ ജീവിതം ഇല്ലാതായി പോരുത്. നിങ്ങൾ എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരു നാടിൻ്റെ പൊതുവികാരത്തിൻ്റെ അഭ്യർത്ഥനയാണ് നാടിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നടത്തുന്നത്. യഥാർത്ഥത്തിൽ 7 മാസം പ്രായമുള്ള പൃഥ്വിക കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാൻ പോവുകയാണ്. നിർധനരായ ഒരു കുടുംബത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നിൽക്കുന്നത്. പട്ടിണിപ്പാവങ്ങളായ ആ സാധുക്കൾക്ക് ഇത്രയും ബൃഹത്തായ ചെലവുണ്ടാകുന്ന ഒരു കാര്യത്തിന് കയ്യിൽ നിന്ന് പണമെടുക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് ഒരുപോലെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ 4 റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും ജനപ്രതിനിധികളും ആണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ കുട്ടിക്ക് ജീവൻ ലഭിക്കണം, അതിനെന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയിലാണ് ഈ സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. നമ്മളുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളും ദയാലുക്കളായ ആളുകൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ സൽക്കർമ്മം ചെയ്യാൻ തയ്യാറുള്ള ആളുകളും അവരുടെ എല്ലാം ധനസഹായത്തോടു കൂടി മാത്രമേ ഈ കാര്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് പൃഥ്വികയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ തീവ്രമായ നീക്കത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപോലെ കൈ അയച്ച് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. 7 മാസം മാത്രം പ്രായമുള്ള ആ പൊന്നുമോളുടെ വേദനയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളടക്കം ഈ ലോകത്തുള്ള മലയാളികളും മറ്റ് നന്മ മനസ്സുള്ള എല്ലാവരും കൈചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാത്തിരുന്നുണ്ടായ ഒരു പൊന്നുമോളാണ്. വലിയ പ്രയാസത്തിലാണ്. എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ പൊന്നുമോളെ ഈ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നിങ്ങളിത് കാണുന്ന നന്മ മനസ്സുള്ള എല്ലാവരും വിചാരിച്ചാൽ ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഭീമമായ 30 ലക്ഷം രൂപയോളം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ഷെയർ ചെയ്യും, സഹായിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.